നിജേഷ് അരവിന്ദ്, ഇപ്പോൾ കാര്യങ്ങളുടെ പോക്കെങ്ങോട്ടെന്ന് നിരീക്ഷിക്കുകയാണ് CPIM. രാജി ആവശ്യപ്പെടേണ്ടതില്ല, അദ്ദേഹം സ്വയം രാജിവെക്കുമോ എന്ന് നോക്കാം. ഇതാണ് CPM-ന്റെ തീരുമാനം. അല്ല, നമ്മളൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില ധാർമ്മികതയുണ്ട്. അതിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകളുണ്ടാവാം. പക്ഷേ കേരളത്തിൽ UDF ആവട്ടെ LDF ആവട്ടെ ഏത് കാലവും സൂക്ഷിച്ച ചില രാഷ്ട്രീയ മര്യാദകളും രാഷ്ട്രീയ മൂല്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നുള്ള വല്ലാത്തൊരു ഒളിച്ചോട്ടമാണ് CPM കാണിക്കുന്നത്. ഇപ്പം തന്നെ ഹസ്കർ നേരത്തെ പറഞ്ഞു 14 വർഷം മുമ്പ് ഇവരൊക്കെ എവിടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോക്കസ് മുഴുവൻ 14 വർഷം മുമ്പ് ഇവരത് പറഞ്ഞില്ല എന്നുള്ളതാണ്. മിസ്റ്റർ ഹസ്കർ 14 വർഷം മുമ്പ് തുറന്നു പറഞ്ഞ ഒരുപാട് കേസുകളുണ്ട് ഇവിടെ. ഇന്ന് കേരളത്തിലെ ആഭ്യന്തര സംവിധാനത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് P. ശശി എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിനെതിരെ 20 കൊല്ലം മുമ്പാണ് ഒരു ലൈംഗിക ആരോപണ കേസ് വന്നത്. എന്തായി? 20 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കേരളത്തിലെ ഇപ്പം പറഞ്ഞിരിക്കുന്ന പവർ ഹൗസായി മാറി. KTDC ചെയർമാനെതിരെ 10 വർഷം മുമ്പ് അഴിമതി ഒരു സ്ത്രീ ആരോപണം വന്നു. ഇന്ന് അദ്ദേഹം KTDCയുടെ ചെയർമാനാണ്. ഗോപി കോട്ടമുറിക്കലിനെതിരെ ഒളിക്യാമറ വിവാദം വന്നു. പാർട്ടി ഓഫീസിനകത്ത് സ്ത്രീകളെ പീഡിപ്പിച്ച ചിത്രം. അദ്ദേഹം ഇന്ന് എറണാകുളത്തെ പാർട്ടിയിലെ ശക്തനാണ്. ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ പരസ്യമായ കാര്യങ്ങളാണ്. AK ശശീന്ദ്രനെതിരെ പരസ്യമായ കാര്യങ്ങളാണ്. അവരൊക്കെ എവിടെയാണ്? അവരൊക്കെ സംരക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ട് വർഷമല്ല മിസ്റ്റർ ഹസ്കർ, ഇതൊരു നിലപാടിൻ്റെ പ്രശ്നമാണ്, ഇതൊരു ആർജവത്തിൻ്റെ പ്രശ്നമാണ്. ഒരു സ്ത്രീ സംരക്ഷണം എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രധാനപ്പെട്ട കാര്യമാവണം. കേവലം ഒരു വ്യക്തി ഇത് രഞ്ജിത്തിലേക്ക് ഫോക്കസ് ചെയ്ത് രഞ്ജിത്ത് രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല. ഇത് രഞ്ജിത്ത് രാജിവെക്കണം എന്നുള്ളത് ഇതിന് അങ്ങ് വല്ലാതെ പഠിക്കൊന്നും വേണ്ടല്ലോ. ഇതിന് CPM-ന്റെ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. കേരളത്തിനകത്തൊരു മന്ത്രിയുടെ കാറിനകത്തൊരു സ്ത്രീയെ കണ്ടു എന്നതിൻ്റെ പേരിൽ മന്ത്രി രാജിവെച്ച സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം. നമുക്കൊക്കെ ചരിത്രത്തിലേക്ക് പോയാൽ ഇനി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ആരോപണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതാവിനല്ലല്ലോ, അവരങ്ങ് മാറ്റിയേക്കുക. എന്തുകൊണ്ട് 4.5 വർഷക്കാലമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടയിരുന്നു? ഇതാണല്ലോ ഒന്നാമത്തെ ചോദ്യം. എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വികലമായി പുറത്തു വന്നു? എന്തുകൊണ്ടാണ് മുറിക്കപ്പെട്ട 50-60 പേജുകൾക്കകത്തുള്ള രഹസ്യങ്ങൾ പുറത്തുവിടാൻ ഗവൺമെന്റ് മടിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഇതൊക്കെയല്ലേ ചോദ്യം. ഇന്ന് ഇന്ത്യ രാജ്യം മുഴുവൻ കേരളത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിലെ സുഹൃത്തുക്കൾ വിളിച്ചു ചോദിക്കുന്നു, എന്തൊരു കേരളമാണിത്? നിങ്ങളെയൊക്കെ ഞങ്ങൾ കണ്ടിരുന്ന ഒരു നിലപാടിൻ്റെ ആളുകളായിരുന്നു. എന്താണ് നിങ്ങൾ സംഭവിക്കുന്നത്? ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ സ്ത്രീ സംഘടനകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴും കേരളത്തിലെ ഗവൺമെന്റിന് അനങ്ങാപ്പാറ നയമാണ്. അവർക്ക് ചില ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? നമ്മൾ കൊൽക്കത്തയിലെ ഡോക്ടറുടെ പ്രശ്നം വന്ന സമയത്ത്, അല്ലെങ്കിൽ ഉന്നാവയിലെ പെൺകുട്ടികളുടെ പ്രശ്നം വന്നപ്പോൾ, മണിപ്പൂരിലെ സ്ത്രീകളുടെ പ്രശ്നം വന്ന സമയത്ത്, മഹാരാഷ്ട്രയിലെ സ്ത്രീ വിഷയം വന്ന സമയത്ത് മെഴുകുതിരി കത്തിച്ച് പ്രൊട്ടസ്റ്റ് നടത്തി തെരുവിലേക്ക് ഇറങ്ങിയ, അല്ലെങ്കിൽ സമരത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിനകത്ത് ഒരു തൊഴിൽ മേഖല മുഴുവൻ ഇതുപോലെ ആക്കപ്പെടുന്നു എന്ന വാർത്ത പുറത്തു വന്നിട്ട്, വാർത്ത പുറത്തു വരുന്നതിന് മുമ്പ് 4.5 വർഷക്കാലം സാക്ഷാൽ പിണറായി വിജയന്റെയും സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള വളരെ കേരളത്തിലെ അധികാര കേന്ദ്രത്തിന്റെ അങ്ങേ അറ്റത്തിരിക്കുന്ന ആളുകളുടെ കൈവശം അവർ മാത്രം കണ്ട റിപ്പോർട്ട് അതിനനുസരിച്ച് കേസെടുക്കാൻ, നടപടിയെടുക്കാൻ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് കഴിയുന്നില്ല? അതിന് പിണറായി വിജയൻ പറഞ്ഞ ന്യായീകരണം എന്താ? അവർ തന്നെ പറഞ്ഞിരുന്നു. അവരെന്ത് പറഞ്ഞു? ഇനി അവർ പറഞ്ഞാൽ 1.5 കോടി രൂപ എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് ഒരു കമ്മീഷനെ വെച്ച് ആ കമ്മീഷനിൽ മൊഴി കൊടുത്ത്, ആ മൊഴി കൊടുത്തതിന്റെ പേരിൽ നടപടി എടുക്കാൻ, ആ കമ്മീഷൻ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ എടുക്കാതിരിക്കാൻ പറ്റുമോ? അതാണോ കേരളത്തിലെ നിയമം? ഇന്ത്യ രാജ്യത്തെ നിയമം അതാണോ? ഇത് നടപടി എടുക്കാനുള്ള ആർജവം സർക്കാരിനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പൊ ആനി രാജ പറഞ്ഞല്ലോ, ഇന്ന് CPIയുടെ നേതാവ് ആനി രാജ പറഞ്ഞു രാജിവെക്കണം. ഇത് രാജിവെക്കണം എന്ന് പറയാൻ എന്ത് പ്രയാസമാണുള്ളത്? ഞാൻ രഞ്ജിത്തിന്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും പോകുന്നില്ല. അവരെ കോഴിക്കോട് മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥിയാക്കാൻ SFI DYFI പോയി എന്ന കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് എങ്കിൽ അത് മാറി നിൽക്കണം എന്ന് പറയാൻ ഒരുപാട് ആലോചിക്കേണ്ട കാര്യം എന്താ? ഇനി മാറി നിൽക്കണം എന്ന രാഷ്ട്രീയ ധാർമ്മികത കാണിക്കാൻ രഞ്ജിത്തിന് ഇത്ര കാലം ആലോചിക്കേണ്ട കാര്യം എന്താ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.